അനുജ, കാസർഗോഡ് വീണ്ടും മറ്റത്തൂർ മോഡൽ രൂപീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. പൈവളിക പഞ്ചായത്തിലാണ് മുസ്ലിം ലീഗ് അംഗത്തിന്റെ പിന്തുണയിൽ ബി.ജെ.പിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പദം കൂടി ലഭിച്ചിരിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി ബി.ജെ.പിയുടെ സുമന ജി ഭട്ട് വിജയിച്ചിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് അംഗം ബി.ജെ.പിക്ക് വോട്ട് ചെയ്തതാണ് ഇതിന് കാരണമായത്. ഈ ആകെ 21 അംഗങ്ങളാണ് പൈവളിക പഞ്ചായത്തിലുള്ളത്. 21 സീറ്റുകളാണുള്ളത്. അതിൽ UDF-ന് 9, LDF-ന് 7, ബി.ജെ.പിക്ക് 5 എന്നിങ്ങനെയായിരുന്നു. പക്ഷേ നേരത്തെ ബി.ജെ.പി അംഗങ്ങളെ 4 UDF അംഗങ്ങൾ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ വിവാദങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വവും ബി.ജെ.പിയുടെ ജില്ലാ നേതൃത്വവും ഇതിൽ കൃത്യമായൊരു നിലപാട് അറിയിക്കുകയും ചെയ്തില്ല. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണെ തെരഞ്ഞെടുത്തത്. ആ തെരഞ്ഞെടുപ്പിലാണ് ബി.ജെ.പിയുടെ സുമന ജി ഭട്ടിനെ മുസ്ലിം ലീഗിന്റെ അംഗം പിന്തുണച്ചത്. ഇപ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ബി.ജെ.പിയുടെ സുമന ജി ഭട്ട് വിജയിച്ചിട്ടുണ്ട്.